ബി.ജെ.പി. അംഗത്വമുള്ളയാൾക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെ ചൊല്ലി വിവാദം. 72-ാം വാർഡിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിഫ്റ്റിലിനെതിരെയാണ് ആരോപണം. അതേസമയം തന്റെ സമ്മതമില്ലാതെ മൊബൈൽ ഫോൺ വഴി ചിലർ തന്നെ ബി.ജെ.പി. അംഗമാക്കുകയായിരുന്നു എന്നാണ് സിഫ്റ്റിലിനയുടെ വിശദീകരണം. കോഴിക്കോട് കോർപ്പറേഷനിലെ 72-ാം വാർഡിൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച സിഫ്റ്റിലിനെതിരെയാണ് ഡി.സി.സി യോഗത്തിൽ ആരോപണമുയർന്നത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ ബി.ജെ.പി. മെമ്പർഷിപ്പ് വിശദാംശങ്ങളുടെ രേഖകളും ഒരു വിഭാഗം യോഗത്തിൽ ഹാജരാക്കി. ഒരു കെ.പി.സി.സി. സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് സിഫ്റ്റിലിനയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അതേസമയം താൻ അറിയാതെ സുഹൃത്തുക്കൾ മിസ്ഡ് കോൾ വഴി തന്നെ ബി.ജെ.പി. അംഗമാക്കുകയായിരുന്നുവെന്നാണ് സിഫ്റ്റിലിനയുടെ വിശദീകരണം. അത് അമ്പലം വഴി എന്നുള്ള ഒരു അനീത പറയുന്ന ഒരാളാണ് ഇതിലേക്ക് ഫോണ് ദുരുപയോഗം ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് അതിൽ ഒരു മിസ് കോൾ ചെയ്തിട്ട് മെമ്പറാക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അങ്ങനെയാണ് ചെയ്തത്. സത്യത്തിൽ പ്രദേശത്തെ ഡി.സി.സി. അംഗവും മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ കൃഷ്ണവേണിയെ തഴഞ്ഞാണ് സിഫ്റ്റിലിനയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നും വിമർശനമുയർന്നു. ചില നേതാക്കളുടെ ഇടപെടൽ കാരണമാണ് തന്നെ തടഞ്ഞ് ബി.ജെ.പി. അംഗത്തിന് സീറ്റ് നൽകിയതെന്ന് കൃഷ്ണവേണി ആരോപിച്ചു. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി നിൽക്കാനും വാക്ക് കൊടുത്തതായിരുന്നു. അതിൻ്റെ ശേഷമാണ് ഇവിടുന്ന് 4-5 ചെക്കന്മാർ പോയിട്ട് കോൺഗ്രസിലേക്ക് നിൽക്കണമെന്ന് പറഞ്ഞത്. അവർ തന്നെ ആദ്യം പറഞ്ഞു. അവരെന്ന് പറഞ്ഞാൽ അവർ കുടുംബം മൊത്തം ബി.ജെ.പി. മെമ്പർഷിപ്പുള്ള ആളാണ്. കെ.പി.സി.സി. ജനറൽ സെക്രട്ടറി ജയന്താണ് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ പേര് ഒഴിവാക്കിച്ചിട്ട് അവളെ പേരിടുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ പല വാർഡുകളിലും യു.ഡി.എഫ്. വോട്ടുകൾ വ്യാപകമായി ബി.ജെ.പിക്ക് ചോർന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥി തന്നെ ബി.ജെ.പി. അംഗമാണെന്ന തെളിവുകൾ പുറത്തുവന്നത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്. കെ.എം. ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.